ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ പ്രഗ്നൻസി സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണല്ലേ. അപ്പോൾ ബേബി മൂൺ ഡേ 5ന്റെ വിശേഷങ്ങളാവാം അല്ലേ. ഡേ 5 ഒരു റെയിനി ഡേ ആയതുകൊണ്ട് തന്നെ പോകുന്ന കാഴ്ചകളിലെല്ലാം ഒരു നോസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. മൗണ്ടൻസിലായാലും നിറഞ്ഞ പാടങ്ങളിലായാലും ഒക്കെ. അങ്ങനെ റൂമിൽ നിന്ന് ഒരു 3.5 hours ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഹാരിസൺ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിനി ഡേ പ്ലസ് കോടമഞ്ഞായപ്പോൾ ഞാനൊരു ചായയിൽ തന്നെ തുടങ്ങി. പിന്നെ അവിടേക്ക് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നാച്ചുറൽ ബ്യൂട്ടി അത്രയധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം തന്നെയായിരുന്നു കേട്ടോ. അവിടെ പോയി ഈ സൈക്കിളിൽ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഞാൻ എന്തോ ഒരു ലക്കിയാണെന്നാണ് എനിക്കപ്പോൾ തോന്നിയത് കേട്ടോ. ഈ ലേക്കിലോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന പാലത്തിലൂടെ ഒക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ ബേബി മൂണിന് പറ്റിയൊരിടം തന്നെയാണെന്ന് തോന്നി കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. പ്രഗ്നൻസിയുടെ 7th month ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ബേബി മൂണാണെന്ന് പറഞ്ഞാലും നടക്കുന്ന ഇതായാലും ഇരിക്കുന്നതടുത്തായാലും ഒക്കെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ശരിക്കും ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന അടിപൊളി നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ, അതുപോലെ ഇല്ലേ കാണാൻ. അങ്ങനെ അവിടെ മൊത്തം ഒന്ന് കറങ്ങി ഒരു 1/2 hour നടന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റേഴ്സിന്റെ മെയിൻ അട്രാക്ഷനായ ഹാരിസണിലെ ഹോട്ട് സ്പ്രിംഗ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വെതർ മൈനസ് ആയ ഒരിടത്ത് നാച്ചുറൽ ഹോട്ട് വാട്ടർ, അതൊരു അത്ഭുതമാണല്ലേ. അങ്ങനെ നമ്മുടെ ഡേ 5 അവസാനിച്ചു. ഡേ 5 ഇത്രയേ ഉള്ളൂ കേട്ടോ.